ചേട്ടാ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ജേർണലിസം സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ്റെ ഭാഗമായി ഒരു ഡോക്യുമെൻ്ററിക്ക് സബ്ജക്റ്റ് അന്വേഷണം നടക്കുമ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു വെൽ എഡ്യൂക്കേറ്റഡ് മലയാളി കോവിഡ് സമയത്ത് ക്വാറന്റീനിൽ ഇരിക്കുമ്പോൾ, അതും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ, ഇവിടെ കേരളത്തിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുകയും നാട്ടിലെ ബന്ധുക്കൾ ആരുമില്ലാതെ പുള്ളി ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം അടക്കുകയും ചെയ്തു എന്ന വാർത്തയിൽ കേട്ട ഒരു കൗതുകം കൊണ്ടാണ് ഞങ്ങളിത് അന്വേഷിച്ചിറങ്ങിയത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പുള്ളിയെ പോലെ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത ആളാണെന്നും അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല അവസാനത്തെ 5 ദിവസം അദ്ദേഹം നിങ്ങളോടൊപ്പം ആയിരുന്നു എന്നും അറിയാൻ സാധിച്ചു. ഞങ്ങളിത് പോലീസിൽ ഏൽപ്പിക്കാനോ അതായത് ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല. ദ ലാസ്റ്റ് 5 days ഓഫ് ദാറ്റ് മാൻ എന്ന പേരിൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഒരു ഡോക്യുമെൻ്ററി. ഇവിടെ നോക്കി ആ ക്യാമറ തന്നെ നോക്കി. റെഡിയാണോ? ചേട്ടൻ റെഡിയാണോ? ക്യാമറ നോക്കിയിട്ട് സാറേ, സ്റ്റേഷനിൽ പോലീസുകാർ മൊഴി എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമല്ലോ, അവർ പരിചയമുള്ളൂ, അതാണ് ചോദിക്കുന്നത്. എനിക്കും അതുപോലെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. ചേട്ടൻ്റെ പേര് പറഞ്ഞ് തന്നെ തുടങ്ങിക്കോളൂ. നമസ്കാരം, എൻ്റെ പേര് ബിനീഷ് എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴയാണ്, മുഹമ്മ അവിടെയാണ് വീട്. വീട്ടിൽ അമ്മയുണ്ട്, വൈഫുണ്ട്, യമുന, പിന്നെ 3 കുട്ടികളുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് നമ്മുടെ പ്രവർത്തന മേഖല. തിരുവനന്തപുരത്ത് ഞാൻ വന്നിട്ടൊരു 10 കൊല്ലത്തോളമായി. പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ ഒരു 6 മാസം മുമ്പാണ് വന്നത്. നമ്മളെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പം ഞാൻ ആലപ്പുഴയിൽ തന്നെ നമ്മളൊരു സുഹൃത്തിൻ്റെ അവിടെയാണ് തങ്ങിപ്പോകുന്നത്. അപ്പം അവൻ തന്നെ നമ്മളെ എതിർ പാർട്ടിക്കാർക്ക് ചെറിയൊരു ഒറ്റുപരിപാടി ചെയ്തു. അവർ വന്ന് നമ്മളെ വളഞ്ഞാക്രമിച്ചു, പരിക്കേറ്റു. നമ്മളെ കഴുത്തിന് ഈ കാലിനും ചെറിയൊരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ സ്വാധീനക്കുറവൊക്കെ ഉള്ള സമയമായിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസമൊന്നും ഇങ്ങനെ സെറ്റാവാതെ ഇരിക്കുമ്പോഴാണ് ഒരു നിമിത്തം പോലെ ഞാൻ സോനുവിനെ കാണുന്നത്. അപ്പം സോനു വിളിച്ചാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. ഞാനിവിടെ ഒരു 3 മാസത്തോളം മാത്രമേ തങ്ങിയുള്ളൂ. വീട്ടിൽ വന്നിട്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 3-3 വർഷമായി. എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അത് പല രീതിയിൽ പല ആൾക്കാർ വന്ന് കൂടി, അങ്ങനെ ഒത്തുകൂടി. എല്ലാവരും നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാരെന്ന് പറയുമ്പം അവൻ വരും, അവനവൻ്റെ പണി പോവും, ആർക്കൊരു ഉപകാരമില്ല, പ്രത്യേകിച്ച് ഉപദ്രവമില്ല. സിനിമാ മോഹമായിട്ടാണ് ഇവിടെ വന്ന് കയറുന്നത്. ഇവിടെ ആകുമ്പോൾ 1-2 സിനിമാക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇവിടെ ഒന്ന് സെറ്റിൽ ആവുന്നത്. പക്ഷേ ഇവരുമായിട്ട് അങ്ങ് സെറ്റായിട്ടില്ല.